പണ്ടൊരു ഗ്രാമത്തിൽ ഒരു നെയ്ത്തുകാരനുണ്ടായിരുന്നു. അയാൾ നല്ലൊരു കലാകാരനായിരുന്നു. പട്ടുതുണികളിൽ മനം കവരുന്ന രൂപങ്ങൾ നെയ്തെടുക്കാൻ മിടുക്കനുമായിരുന്നു. അയാൾ നല്ല കഴിവുള്ളയാളും കഠിനാധ്വാനിയുമായിരുന്നു. എന്നിട്ട് പോലും അയാൾ മഹാദാരിദ്ര്യം അനുഭവിക്കുകയായിരുന്നു. കഷ്ടിച്ച് കുടുംബകാര്യങ്ങൾ നോക്കാനേ അയാൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. എല്ലാ ദിവസവും മരക്കൊമ്പുകൾ വെട്ടിമുറിച്ച് വിറകുണ്ടാക്കാനായി അയാൾ കാട്ടിലേക്ക് ചെല്ലും. വെട്ടിക്കൊണ്ടുവരുന്ന വിറക് ഭക്ഷണം പാകം ചെയ്യാനായി ഭാര്യയെ ഏൽപ്പിക്കും. പതിവ് പോലെ ഒരു ദിവസം വിറകിനായി ഒരു മരം വെട്ടാൻ ഒരുങ്ങിയപ്പോൾ മരത്തിന് മുകളിൽ നിന്ന് ഒരു അശരീരി കേട്ടു. മരത്തിന്റെ ഇലപ്പടർപ്പുകളിൽ നിന്നാണ് ആ ശബ്ദം വന്നത്. അരുതേ, മുറിക്കരുതേ, ഈ മരം മുറിക്കരുതേ. എന്തോ ശബ്ദം കേട്ടല്ലോ. ഇവിടെ എന്റെ അടുത്ത് എന്തോ ഉണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. എനിക്കെന്റെ ജോലി സമയത്തിന് തീർക്കണം. ഇതൊന്നും ഞാൻ കാര്യമാക്കില്ല. മരം മുറിക്കരുതേ, അതിനോട് ദയ കാണിക്കണം. നിങ്ങൾ ആരാണ്? എന്തിനാ ഒളിച്ചിരിക്കുന്നത്? എന്റെ മുന്നിൽ വന്ന് നിൽക്കൂ, എന്നിട്ട് സംസാരിക്കൂ. ഞാൻ വനദേവതയാണ്. വളരെ കാലമായി ഞാൻ ഈ മരത്തിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ഈ മരം മുറിച്ചാൽ എനിക്ക് വീടില്ലാതാകും. എന്റെ വീട് നശിപ്പിക്കാതിരുന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വരം തരാം. നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നടക്കും. നിങ്ങൾ പറയുന്നത് സത്യമാണോ? നിങ്ങൾ എന്തു ചോദിച്ചാലും നൽകാമെന്ന് ഞാൻ ഉറപ്പു തരാം. എന്നാൽ ശരി, ഞാൻ മരം മുറിക്കുന്നില്ല. പക്ഷേ വരത്തെക്കുറിച്ച് എനിക്ക് ഭാര്യയോട് ചോദിക്കണം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവളോട് സംസാരിച്ച് തിരിച്ചു വരാം. 1 മണിക്കൂറിനകം എത്താം. അതുവരെ കാത്തു നിൽക്കാൻ കഴിയുമോ? ഓ, എന്റെ വീട് ഒഴിവാക്കിയതിൽ നന്ദി. പോയിട്ട് സാവകാശം വന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഓ നന്ദി. ഞാൻ വേഗം വീട്ടിൽ പോയി തിരിച്ചു വരാം. അതെ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. വനദേവതയോട് വരം ചോദിക്കുന്നതിനെ കുറിച്ച് നാം വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അതിനെക്കുറിച്ച് നിന്നോട് ആലോചിക്കാനാണ് ഞാൻ വന്നത്. നീ വേഗം പറ, എന്തു വരമാണ് നമ്മൾ വനദേവതയോട് ചോദിക്കേണ്ടത്? താങ്കളെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിന്റെ രാജാവായി വാഴിക്കാൻ വനദേവതയോട് വരം ചോദിക്കൂ. ആ വരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്പന്നരായി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. കൊള്ളാം, ഇതൊരു വളരെ നല്ല ആശയമാണ്. ഞാൻ ഇപ്പോൾ തന്നെ വനദേവതയുടെ അടുത്ത് ചെന്ന് ഈ വരം ആവശ്യപ്പെടാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കാട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അയാളുടെ അടുത്ത കൂട്ടുകാരനെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു ക്ഷുരകനായിരുന്നു. എവിടേക്കാ കൂട്ടുകാരാ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത്? സുഹൃത്തേ, എല്ലാം ഞാൻ പറയാം. നെയ്ത്തുകാരൻ വനദേവതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും കൂട്ടുകാരൻ പറഞ്ഞു, ഭാര്യ പറഞ്ഞത് കേൾക്കണ്ട. നീ രാജാവായി കഴിഞ്ഞാൽ സദാ ഭരണകാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികളായിരിക്കും ഫലം. വർഷത്തിൽ കൂടുതൽ സമയവും ശത്രു രാജ്യങ്ങളിൽ നിന്നും സ്വന്തം രാജ്യത്തെ രക്ഷിക്കാനുള്ള ജോലികളായിരിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. വനദേവതയോട് മറ്റൊരു തലയും കൂടുതലായി 2 കൈകളും ആവശ്യപ്പെടൂ. അങ്ങനെയാണെങ്കിൽ നിന്നെ കാണാൻ നല്ല രസമുണ്ടാവും. നാലുപാടും നോക്കാൻ നിറയെ കണ്ണുകളും ഉണ്ടാവും. ഒരേ സമയം നിനക്ക് 2 പേരുടെ ജോലികൾ ചെയ്ത് കൂടുതൽ പട്ടുതുണികൾ ഉണ്ടാക്കാനാവും. നിന്റെ വരുമാനം ഇപ്പോഴത്തതിനേക്കാൾ ഇരട്ടിയായി മാറും. ഭാവിയിലേക്ക് വേണ്ടത്ര സമ്പാദിക്കുവാനും കഴിയും. ഇതൊരു നല്ല ആശയമാണെന്ന് തോന്നുന്നു കൂട്ടുകാരാ. ഞാൻ ഇപ്പോൾ തന്നെ വനദേവതയുടെ അടുത്ത് ചെന്ന് ഈ വരം ചോദിക്കാൻ പോവുകയാണ്. നന്ദിയുണ്ട് കൂട്ടുകാരാ. നിങ്ങളെത്ര വിഡ്ഢിയാണ്. ഞാൻ നിർദ്ദേശിച്ചതിനേക്കാൾ നല്ലൊന്നും നിനക്ക് ചിന്തിക്കാനാവില്ലേ? 2 തലയും 4 കൈകളുമായി നിന്നെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ കാണാൻ നല്ല തമാശയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നെയ്ത്തുകാരൻ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചുപോയി. മരത്തിനടുത്തെത്തിയപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു, വനദേവതേ, ഞാൻ എന്റെ ആഗ്രഹം അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആഗ്രഹം എന്താണെങ്കിലും അറിയിച്ചോളൂ. ഇപ്പോൾ തന്നെ സാധിച്ചു തരാം. എനിക്ക് 1 തലയും കൂടി വേണം, 2 കൈകളും. തരാമോ വനദേവതേ? നിമിഷങ്ങൾക്കകം നെയ്ത്തുകാരന്റെ ആഗ്രഹം സഫലമായി. അയാൾക്കിപ്പോൾ 2 തലകളും 4 കൈകളുമുണ്ട്. അയാൾക്ക് വളരെ സന്തോഷം തോന്നി. അയാൾ ഗ്രാമത്തിലേക്ക് വേഗം നടക്കാൻ തുടങ്ങി. ഈ സന്തോഷ വാർത്ത ഭാര്യയെ അറിയിക്കാൻ അയാൾക്ക് തിടുക്കമായിരുന്നു. പോകുന്ന വഴിയിൽ ആൾക്കാർ അയാളെ കണ്ടു. അത്തരമൊരു വിചിത്ര ജീവിയെ കണ്ട് അവരെല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അയാളെ കണ്ടതും വീട്ടിൽ ഓടി ഒളിച്ചു. കുട്ടികളെ പിടിച്ചു തിന്നാൻ വരുന്ന രാക്ഷസനാണ് അതെന്ന് നാട്ടുകാർ വിചാരിച്ചു.
അവരെല്ലാവരും കൂടി ആ പാവം നെയ്ത്തുകാരനെ കല്ലെറിഞ്ഞു കൊന്നു. അയാളുടെ ആഗ്രഹം ബുദ്ധിപൂർവം ആലോചിച്ച് ഉറപ്പുവരുത്താത്ത ഒന്നായിരുന്നു. കുട്ടികളെ, വിദ്യയായ നെയ്ത്തുകാരന്റെ അനുഭവം കണ്ടില്ലേ? അയാൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് വേണ്ട വിധം ചിന്തിച്ചില്ല. അത് അയാളുടെ മരണത്തിൽ കലാശിച്ചു. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും അതിന്റെ വരും വരായികകളെ കുറിച്ച് ചിന്തിക്കുക. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു മരവെട്ടുകാരൻ താമസിച്ചിരുന്നു. അവൻ ദരിദ്രനായിരുന്നു, എങ്കിലും അവൻ ഒരു സത്യസന്ധനായിരുന്നു. അവൻ ദിവസവും മരം വെട്ടുവാൻ കാട്ടിലേക്ക് പോകുമായിരുന്നു. ഒരു ദിവസം മരത്തിന്റെ കൊമ്പ് വെട്ടുവാൻ വേണ്ടി ഒരു മരത്തിലേക്ക് അവൻ കയറി. ആ മരം ഒരു നദിയുടെ തീരത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ മരത്തിന്റെ കൊമ്പ് നദിയിൽ വെള്ളം പോകുന്ന ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. എന്റെ ദൈവമേ, എന്റെ കോടാലി വെള്ളത്തിൽ വീണല്ലോ. ഈ നദിക്ക് നല്ല ആഴമുണ്ട്. എന്റെ കോടാലി തിരിച്ചു കിട്ടത്തില്ല. ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്റെ കുടുംബത്തിനെ ഞാൻ എങ്ങനെ നോക്കും? എന്റെ ദൈവമേ. മരവെട്ടുകാരൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ വെള്ളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആ നദിയിൽ നിന്നും ഒരു ദേവത പുറത്തേക്ക് വന്നു. നിങ്ങൾ ആരാ? ഞാൻ ഈ നദിയുടെ ദേവതയാണ്. നീ കരയുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നതാണ്. നീ എന്തിനാ കരയുന്നത്? ഞാനൊരു മരവെട്ടുകാരനാണ്. എന്റെ കോടാലി വെള്ളത്തിൽ വീണുപോയി. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനത് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ ദേവത നദിയുടെ അകത്തേക്ക് പോയി ഒരു വലിയ കോടാലിയുമായി പുറത്തേക്ക് വന്നു. ഇതാണോ നിന്റെ കോടാലി? മരവെട്ടുകാരൻ അല്പനേരം ആലോചിച്ചു. ഈ വെള്ളി കോടാലി വിറ്റാൽ തന്റെ കുടുംബത്തിന്റെ കഷ്ടമെല്ലാം തീരുമെന്ന് അയാൾ ആലോചിച്ചു. പക്ഷേ അത് അയാളുടെ കോടാലിയല്ല. ഇതല്ല, എന്റെ കോടാലിക്ക് മരത്തിന്റെ കൈപ്പിടിയാ. എങ്കിൽ ഞാൻ അത് കൊണ്ടുവന്ന് തരാം. വീണ്ടും ദേവത നദിയുടെ അടിയിലേക്ക് പോയി വേറൊരു കോടാലിയുമായി പുറത്തേക്ക് വന്നു. ഇതാണോ നിന്റെ കോടാലി? ഇതും അല്ല, ഇത് സ്വർണ്ണ കോടാലിയാ. ഇത് എന്റെ കോടാലിയെക്കാട്ടിലും വില കൂടുതലാ. ശരി, ഞാൻ നിനക്ക് വേണ്ടി വീണ്ടും നദിയിൽ ചെന്ന് നോക്കാം. ഈ പ്രാവശ്യം നദിയുടെ അടിയിലേക്ക് പോയ ദേവത മരവെട്ടുകാരന്റെ കോടാലിയുമായി പുറത്തേക്ക് വന്നു. ആ, ഇതാണ് എന്റെ കോടാലി. ഇതിലെനിക്ക് ഒരു സംശയവും ഇല്ല. വളരെ സന്തോഷമുണ്ട്. എന്റെ കോടാലി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇത് നിന്റെ കോടാലിയാ? എങ്കിലും ഈ 2 കോടാലിയും നിനക്ക് കൊണ്ടുപോകാം. ഇതെന്റെ സമ്മാനമായിട്ട് നിനക്ക് നിന്റെ ഒപ്പം കൊണ്ടുചെല്ലാം. കാരണം നീ ഒരു സത്യസന്ധനാണ്. വളരെ നന്ദി. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അന്ന് രാത്രി ആ മരവെട്ടുകാരൻ ആ 3 കോടാലിയുമായി വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. എന്റെ കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർക്കും. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ കാര്യത്തിലും സത്യസന്ധമായി നമ്മൾ പ്രവർത്തിക്കണം.
ഇലകൾ പൊഴിയും കാലത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു. ഇടിയോടുകൂടി വന്ന ആ കൊടുങ്കാറ്റ് അവിടെയുള്ള എല്ലാ മരങ്ങളെയും വല്ലാതെ പേടിപ്പിച്ചു. ഞാൻ തന്നെ ഈ കാട്ടിന്റെ രാജ. ഇവിടെ ഉള്ളവരിൽ ഞാൻ തന്നെ ഏറ്റവും വലിയ ഉയർന്നവൻ, അത് മാത്രമല്ല ശക്തിശാലിയും. ഈ ശക്തിയായ കാറ്റും കൊടുങ്കാറ്റും എല്ലാം എന്നെ കൊണ്ട് എതിർത്ത് നിൽക്കാൻ കഴിയും, കാരണം ഞാൻ വലിയവൻ. ഞങ്ങൾ സാധുക്കളാ, ശക്തിയില്ലാത്തവരാ. ഞങ്ങൾ ഈ കൊടുങ്കാറ്റിനെ എതിർത്ത് യുദ്ധമൊന്നും ചെയ്യില്ല. തല താഴ്ത്തി അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കും. ആ കാറ്റ് ശക്തമായിക്കൊണ്ടിരുന്നു. ആ ഭയങ്കരമായ കാറ്റ് ചുഴലിക്കാറ്റായി മാറാൻ തുടങ്ങി. അത് ഭയങ്കരമായിരുന്നു. ഞാൻ എല്ലാരെക്കാട്ടും വലിയ ശക്തിശാലിയാണ്. ഞാൻ തല താഴ്ത്തില്ല. ഈ ശക്തമായ കാറ്റ് എനിക്ക് എതിർക്കാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് വലിയ ശബ്ദത്തോടുകൂടി ആ വലിയ മരം അരികിലൂടെ പോയിക്കൊണ്ടിരുന്ന നദിയിലേക്ക് മറിഞ്ഞു വീണു. അത്ര വലിയ കാറ്റായിരുന്നത്. എന്റെ ദൈവമേ, ഈ കാട്ടിന്റെ രാജാവ് ഒരു കൊമ്പിനെ പോലെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നല്ലോ. ഈ ഭയങ്കരമായ ചുഴലിക്കാറ്റിന്റെ ബലം നമ്മുടെ രാജാവിനെ തകർത്തു. ഇപ്പോ എന്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. അയ്യോ, എനിക്ക് മാത്രം എന്തിനിങ്ങനെ സംഭവിച്ചു? എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ. നീ എപ്പോഴും അകംഭാവം ഉള്ളവനാ, നിനക്കറിയോ? ശക്തമായി വന്ന കാറ്റിനെ നീ എന്തിനാ എതിർത്ത് നിന്നത്? ഇപ്പൊ കണ്ടില്ലേ, നീ ഞങ്ങളുടെ കാലിന്റെ അടിയിലാ കിടക്കുന്നത്. ഞങ്ങൾക്കറിയാം, ഇത്ര ശക്തമായ കാറ്റിനെ തീർച്ചയായും ഞങ്ങൾക്ക് എതിർക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്ന ചെറിയ കാറ്റിന് പോലും തല താഴ്ത്തി നിന്ന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും തല ഉയർത്തി നിൽക്കുന്നത്. പൊട്ടിപ്പോകുന്നതിനേക്കാളും വളഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ മനസ്സിലായോ കുട്ടികളെ? അഹംഭാവത്തിനേക്കാളും മര്യാദയാണ് എപ്പോഴും നല്ലത്. മനസ്സിലായോ?